മോനിക്കുട്ടോ, മോനിക്കുട്ടോ, എഴുന്നേക്ക്, പള്ളി പോണം. ബാ ബാ, എഴുന്നേക്ക്, എഴുന്നേക്ക്, ബാ. അവിടെ ഉണ്ട്. സൺഡേ സ്കൂളില്ല കേട്ടോ. ശനി ഞായറാഴ്ചയാണ്, പള്ളി പോയിട്ട് വരാം. ഇന്നലത്തെ മഴ കാരണം പൂക്കളൊന്നും കിട്ടിയിട്ടില്ല. മോനിക്കുട്ടൻ എല്ലാ വർഷവും പൂക്കളൊക്കെ കൊണ്ടുപോകുന്നതാണ്. ഇവിടെ നമുക്ക് പൂക്കളൊന്നും കേട്ടോ. നോക്കാം എന്ന് വിചാരിച്ചു. ഇച്ചിരി നേരത്തെ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ജാനിക്കുട്ടിയുടെ ഒത്തിരി പൂക്കളുണ്ട്, അതൊക്കെ പിച്ചിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ രണ്ടും റെഡിയായി. എൻ്റെ കാർക്കൂന്തലൂടെ കെട്ടിയാലും മുട്ട് ഇപ്പൊ വരാം എന്ന് വന്ന് കുളിക്കാൻ കയറിയിട്ടുണ്ട്. പോയിച്ചു വരാം കേട്ടോ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ ഉയർത്തുവാൻ വേണ്ടി തിരുവശത്തോടെ ഇറങ്ങി വന്ന പൂർണ്ണപിതാവിന്റെ പൂർണ്ണരൂപമായവനെ നാമത്തിൽ വന്നവൻ വാഴ്ത്തപ്പെടുന്ന ശിശുക്കൾ ആർക്ക് വേണ്ടി അഭ്യസിച്ചുവോ ആ പ്രകൃതിയ പരിശുദ്ധ. അവസാന ഞായറാഴ്ചത്തെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എല്ലാവർക്കും ഫുഡ് ഉണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ ഓഫീസിൽ പോയി പള്ളിയിൽ കുടിശ്ശിക കൊടുക്കാനുള്ളതെല്ലാം തീർത്തു. മാർച്ചിൽ അതെല്ലാം കൊടുത്ത് തീർക്കണം. അതൊക്കെ കഴിഞ്ഞു. ഇനി വീട്ടിൽ പോവാണേ. ഹായ് പറ, ഹായ് പറ. ഞാൻ എടുത്തില്ലായിരുന്നു, ഇപ്പൊ എടുത്തു. നമുക്ക് ഇരിക്കണ്ടേ, നമ്മൾ ജോലി പോകാൻ നമുക്ക് ഇരിക്കണ്ടേ. ഇത് നമ്മുടെ പള്ളിയിലെ കുഞ്ഞിമാലാഹകളുടെ കൂട്ടത്തിലുള്ള രണ്ടുപേരാട്ടോ. ഞാനവിടെ വെറുതെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നപ്പോഴത്തേക്ക് എൻ്റെ അടുക്ക വന്ന് പറയാം, ആൻറ്റി ഞങ്ങളുടെ വീഡിയോ എടുക്കാവോ, ഞങ്ങളുടെ ഫോട്ടോ എടുക്കാവോ എന്ന്. ഞാൻ പിന്നെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അവരുടെ വിഷമം മാറട്ടെന്നോർത്ത്. തമ്പുരാനും തമ്പുരാട്ടി എന്തിയേ? എവിടെ പോവാ? വരികയോടെ പോവാത്. മോൻ കൊണ്ടുവന്ന പറന്നാളിന് നിങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്. കുഞ്ഞോ, ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തു. അതുകൊണ്ട് അവന്റെ കൈ മുറിഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞിട്ട് എടുത്ത് കഴിക്കും. എത്ര രൂപ? പള്ളി പോയിട്ട് വന്നതാ. എനിക്ക് എന്റെ കയ്യിലെ കാലിന്റെ വേദന, ഗുളിക കഴിച്ച പെട്ടെന്ന് ബ്രേക്ക് ഇട്ട പോലെ നിക്കത്തില്ലല്ലോ, വേദനയായിരുന്നു. പള്ളിക്കകത്ത് കയറി എല്ലാവരും വലിയ തിരക്കായതുകൊണ്ട് അകത്ത് കയറി ഇരിക്കാൻ പ്രയാസപ്പെടും. തറയിലിരിക്കുമ്പോ നമുക്ക് അടുത്ത ആൾക്കാരിങ്ങനെ വലിയ ക്രൗഡായിട്ട് നിൽക്കുമ്പോൾ ഇരിക്കാൻ പ്രയാസമാണ്.
ഇതിനകത്ത് കയറിയില്ല. വെളിയിൽ നിന്നാണ് കുർബാന കണ്ടത്. അതാകുമ്പോൾ പടിയേൽ ഇരിക്കാൻ പറ്റും. ചെയർ വേണമെങ്കിൽ ഉണ്ട്, ചെയർ എടുക്കില്ല, പടിയേൽ. അങ്ങനെ ഓശാന ഞായറാഴ്ചയുടെ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തു. പിന്നെ പള്ളിയിൽ നിന്ന് തന്നെ രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അതൊക്കെ കഴിച്ചു. കുഞ്ഞിൻ്റെ അടുക്കൽ കയറി. കുഞ്ഞാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാൻ വഴക്കിട്ട്, അപ്പോൾ അവനോട് ചെയ്യിപ്പിട്ടോ ഇടാതൊക്കെ പറഞ്ഞാൽ വിളിച്ച് നിർത്തിയിട്ട് ഞങ്ങളിങ്ങനെ പോരട്ടെ ഒന്ന് കരയുമായിരുന്നു. അവിടെ എനിക്ക് വിഷമമായിരുന്നു. എനിക്കൊന്ന് കുഞ്ഞിനെ വെച്ചോണ്ട് വരാൻ പറ്റത്തില്ല, കൈക്ക് വിലവിൻ്റെ വേദന കൊണ്ട്. പിന്നെ 3 പേരുടെ ജീവനാണേൽ അവന് കുഞ്ഞിനെ കൂടെ വെച്ചോണ്ടിരിക്കാൻ എനിക്ക് പറ്റാത്തത് ഞാൻ നിർബന്ധിച്ചില്ല. എനിക്ക് എന്നിട്ട് വന്നിട്ടൊന്നും ഒരു സമാധാനമില്ല പ്രിയങ്ങളെ. അതുകൊണ്ട് കുഞ്ഞിപ്പട്ടൻ്റെ മുത്തങ്ങൾ അങ്ങോട്ട് പോയി. കുഞ്ഞ് ഉറങ്ങിയിട്ടില്ലെങ്കിൽ വിളിച്ചോണ്ട് വരാം. ഇതിന് പാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഭയങ്കര ഉഷ്ണം. അതിൻ്റെ ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും വീഡിയോയ്ക്കകത്ത്. പിന്നെ രാവിലത്തേടെ ഒക്കെ അങ്ങനെയൊക്കെ പള്ളിയിൽ നിന്ന് കഴിച്ചു. പള്ളിയിൽ നിന്ന് 2 ഇഡലിയും സാമ്പാറും ഞാൻ കഴിച്ചു, കട്ടൻ കാപ്പി ഇട്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അമ്മയുടെ അടുക്ക ചെന്നപ്പോൾ ഒരു 11:30 കഴിഞ്ഞു. അമ്മയുടെ അടുക്ക ചെന്നപ്പോൾ അവിടുന്ന് പിന്നെ അമ്മ ഇലയപ്പം ഉണ്ടാക്കിയായിരുന്നു, അതൊന്ന് കഴിച്ചു. തേയിലവെള്ളം കുടിച്ചു. പിന്നെ ഉച്ചക്കലത്തേക്ക് ഇവിടെ ചോറും ഇച്ചിരി പഴുത്തമാങ്ങ കറിയൊക്കെ ഇരിപ്പുണ്ട്, വേറെ ഒന്നും വെച്ചില്ല. ഉച്ച കഴിഞ്ഞ് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവാണ്. അത് എപ്പോൾ തിരിച്ചെത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായിരുന്നൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ചപ്പാത്തിയൊക്കെ മേടിച്ചത് ഇരിപ്പുണ്ട്. നമ്മുടെ ഫ്രഷ് ചപ്പാത്തി മേടിച്ചായിരുന്നല്ലോ, അതൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചതാണ് ഒരു സാമ്പാർ വെക്കണമെന്ന്. ആവുന്നെങ്കിൽ വെക്കും. പിന്നെ കുറച്ച് അരി വീഴുന്ന വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ദോശ ഇഡലി ഉണ്ടാക്കാമെന്ന് വെച്ചു, കാരണം തക്കാളി ചമ്മന്തി കഴിക്കാനാണ് ഇഷ്ടം. അതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് അരി വീടിനൊക്കെ ഇടാം, ഒരു സാമ്പാറും വെക്കാമെന്നൊക്കെ വിചാരിച്ചു. നോക്കട്ടെ, 2 മണി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊണ്ട് പോകണം. ഒരു വലിയ കടലിൻ്റെ നടുവിൽ എത്തപ്പെട്ട അവസ്ഥയാണ് ഇപ്പം എൻ്റേത്. വീഴുവോ തുഴഞ്ഞ് മുന്നോട്ട് പോകുമോ എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ്. എൻ്റെ പ്രിയങ്ങളുടെ പ്രാർത്ഥന വേണം. അതുകൊണ്ട് എപ്പോഴാണ് തിരിച്ചെത്തുക എന്നൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പം തുണിയൊന്നും കഴുകിയില്ല, എല്ലാ ജോലികളും പെൻഡിങ് ആണ്. വയ്യാഴിക കൊണ്ട് ശരീരത്തിന് ഉത്സാഹമില്ലാത്തത് കൊണ്ടാണ് പല ജോലികളും പെൻഡിങ്. നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം അങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ. എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഓശാന ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ. ഞാൻ കുഴിപ്പാട് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, അമ്മയുടെ അടുത്ത് വെച്ചേക്കുന്നു, ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അപ്പം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ വിളപ്പത്തിക്കുന്നൊക്കെ വെച്ചേക്കുന്നു. ഇന്ന് ഇതുവരെ ഇങ്ങനെയൊക്കെയാണ്. ബാക്കിയുള്ളവർക്ക് എനിക്ക് പറ്റുന്ന പോലൊക്കെ വീഡിയോ എടുക്കാം. വല്ലാത്ത തളർച്ച, വീഡിയോ എടുക്കാനൊന്നും ഉഷാറില്ല. പക്ഷെ നോക്കട്ടെ, ഒന്നത്രയൊക്കെ എടുക്കാട്ടോ. എത്ര സൈസ് ഗുളിക ഉണ്ടെന്നറിയാം? 1, 2, 3, 4. ഒരെണ്ണം കൂടെ ഉണ്ട്, എനിക്ക് വയ്യ. ഇത് തന്നെ, ഇത് ഇത്രയും വലിയ ഗുളികകളൊക്കെ ഇറക്കണമെങ്കിൽ 1 ലിറ്റർ വെള്ളം വേണം. എന്തുവാ ഹരിയപ്പൂപ്പന്? അപ്പൻ്റെ കാര്യം ഏതാണ്ടൊക്കെ മുത്തിനോട് പറയോ കുഞ്ഞു? അയ്യോ, കാലിത് എവിടാ വെച്ചേക്കുന്നു? കഴുക്കോലോ കുഞ്ഞോ? അയ്യോ, വീഴല്ലേ? വല്ലതൊക്കെ ഉള്ളത് കഴിച്ചേച്ച് ഞങ്ങൾ പോയിട്ട് വരാം പ്രിയങ്ങളെ. മുത്ത് ഗ്രീൻ ടീ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കുവാണ്. ചപ്പാത്തിയാ കഴിക്കുന്ന ഉച്ചയ്ക്ക്. ഞാൻ ഇച്ചിരി ചോറെടുത്ത് പ്രിയങ്ങളെ. പഴുത്ത മാങ്ങാ കറിയൊക്കെ കൂട്ടി കഴിക്കും, അച്ചാർ. ഇവിടെ 2 പേര് കഴിക്കുന്നു, കുഞ്ഞോയ്ക്ക് വാരി കൊടുക്കുന്നു, അവർ 2 പേരുടെ കഴിക്കുന്നു. 2 മണിയായി, കഴിച്ചിട്ട് പോയച്ചും വരാം. വരൂ.
മധുരം കിട്ടോ? മധുരം വേണ്ട. ഭയങ്കര കാറ്റാ ദൈവമേ. നമ്മളങ്ങോട്ട് പോവാഞ്ഞ കാര്യമായി കേട്ടോ. മഴയാ, കാറ്റടിക്കുന്നോണ്ട് മഴ പോകുന്ന പോക്ക്. പുള്ളി പറഞ്ഞു, പുള്ളി പറഞ്ഞ കാര്യമല്ലേ പറഞ്ഞു. കൈയും വിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറയും ചാട്ടാൻ. കാര്യങ്ങളുമില്ലെങ്കിൽ അവരെ എനിക്കെന്തോ ഉണ്ട്. ഇവിടുത്തെ മഴ കണ്ടോ പ്രിയങ്ങളെ? മഴ മാത്രമല്ല, കാറ്റായിരുന്നു കേട്ടോ. ഭയങ്കര കാറ്റായിരുന്നു. കാറ്റടിച്ച് ദേഹങ്ങളെല്ലാം വീണ് കിടക്കും. ഞങ്ങളിപ്പോഴാണ് വന്നത്. അയ്യോ, 3-4 മാങ്ങ കിട്ടി. മാങ്ങ എല്ലാം വീണ്, പക്ഷെ എല്ലാം കേടൊക്കെയാ. 3-4 നല്ലത് കിട്ടി. ഭയങ്കര കാറ്റായിരുന്നു. അയ്യോ, നാലെണ്ണം കിട്ടി പൊട്ടാതെ. ഇത് പൊട്ടിയില്ല. അത് പൊട്ടിയതാ. കാറ്റ് വന്ന് പേടിച്ചാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത്. ഇതെല്ലാം അടപടലം വീഴുമെന്നുള്ളത് എനിക്കറിയായിരുന്നു. ഓ, അല്ല, അവിടെ കിടന്ന കൊച്ചു തുണികളൊന്നും കാണുന്നില്ല. എല്ലാം പറന്നു പോയോ? റബ്ബറും തോട്ടത്തിനകത്ത് അങ്ങനെ പോയി നോക്കാം. മോനു കരണ്ട് പോയി. കുറ്റാക്കുറ്റി ഇരുട്ട. വീട്ടിൽ കയറിയില്ല, വാതുക്കൽ ഇരിക്കുന്നേ ഉള്ളു. കൈത നട്ടേക്കുന്നുണ്ട്. കരണ്ടില്ല. നമ്മുടെ എമർജൻസി ഒക്കെ കത്തിച്ച് വെച്ചേക്കുന്നതേ ഉള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളങ്ങോട്ട് പോയത്. കാര്യങ്ങളൊക്കെ ദൈവത്തിൽ സമർപ്പിച്ചിട്ട് പോയി. മഴ പെയ്യരുതേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞപ്പോഴാണ് മഴ പെയ്തത്. ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരുമില്ല. കാരണം ഈ കാര്യങ്ങളിലൊക്കെ എല്ലാം കൊണ്ടും ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് വരെ. നാളത്തേടം എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ദൈവകൃപയാൽ ഭംഗിയായിട്ടൊക്കെ നടന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇന്നലെ ഞാൻ ഡോക്ടറെ കണ്ടു, മരുന്ന് മേടിച്ചു എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷെ എനിക്ക് എന്തോ പ്രശ്നമുണ്ട് പ്രിയങ്ങളെ. എൻ്റെ കൈക്കൊക്കെ വേദനയാണ്, കാലിനും വേദനയാണ്, ശരീരത്തിൽ മൊത്തം എന്തൊക്കെയോ അസ്വസ്ഥതകളാണ്. എന്താണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ഇതിനകത്തിടക്ക് 5 മാങ്ങ കിട്ടി കേട്ടോ, പൊട്ടാത്ത. നോക്കാം. ഞാൻ ഇച്ചിരി അരിയും ഇന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാ പോയത്. കരണ്ട് വരുമോ ഇല്ലയോ എന്ന് ആർക്കറിയും. പിന്നെ കരണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചാണ്. ഇന്ന് വേറെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വെക്കാൻ എനിക്ക് വയ്യ. അരി അരച്ച് വെക്കണം, ചമ്മന്തി അരയ്ക്കണം, അതൊക്കെ മതി. ഇന്ന് വയ്യ എനിക്ക്. പിന്നെ അവിടുന്ന് വന്ന് അമ്മയുടെ അടുക്ക കയറിയപ്പോഴത്തേക്കാണ് മഴ വീണത്. ഭയങ്കര മഴയെന്ന് വെച്ചാൽ പെരുമഴയും കാറ്റും ഭയങ്കര ഇടിയും കൊടിയാനും ഒക്കെ ആയിരുന്നു. ഇനി കറണ്ട് വരട്ടെ, അപ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. മേല് കഴുകാനും ഒന്നും എനിക്ക് വയ്യ. രാവിലെ പള്ളിയിൽ പോകാൻ നേരത്ത് കുളിച്ചതാണ്. ഇനി എനിക്ക് ഒന്നും വയ്യ. പിന്നെ കറണ്ടൊന്നും വന്നില്ല പ്രിയങ്ങളെ. അരി ഉഴുന്ന് വിട്ടതൊന്നും അരയ്ക്കാൻ പറ്റിയില്ല, ചമ്മന്തി അരയ്ക്കാൻ പറ്റിയില്ല. ഫോണിൻ്റെ ചാർജ് തീരാറായി. രാവിലെ മുതൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്ക് വന്നപ്പോൾ കുറച്ച് നേരം ചാർജ് ചെയ്തു. പിന്നെ അതിൻ്റെ ചാർജൊക്കെ തീരാറായി. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ അത് സ്വിച്ച് ഓഫ് ആയി പോകും. ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തിടണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അതൊന്നും പറ്റിയില്ല. ഫോൺ ഓഫായിപ്പോയി.
അപ്പോൾ ഇന്നത്തേടെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി ഞങ്ങൾ ഉള്ളതൊക്കെ കഴിച്ച് ഞങ്ങൾ മാറിക്കിടന്നുറങ്ങി. മഴയായിരുന്നുകൊണ്ട് തണുപ്പുണ്ടായിരുന്നു കേട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.